അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കയ്യിൽ പണമില്ല എന്നുള്ള വിഷമം ഇതോടെ ഇൻഷാ അല്ലാഹ് തീരും. സാമ്പത്തികമായ അഭിവൃദ്ധി ഒരു 21 തവണ ഈ ഇസ്മ ചൊല്ലാനോ ഒരു നിമിഷം പോലും വേണ്ട. ഇസ്മ എന്ന് പറയുമ്പോൾ മനസ്സിലാകുമല്ലോ, അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഇസ്മുകളേ ഉള്ളൂ. അപ്പോൾ ഇത് ചൊല്ലാനോ ഒരു നിമിഷം പോലും വേണ്ട, ചൊല്ലി തീർക്കാൻ സാധിക്കും. എന്നാൽ ഇത് ചൊല്ലിയാലോ ഇതോടെ നിന്റെ ഈ പണമില്ലായ്മ, ഈ വല്ലായ്മ അള്ളാഹു തീർത്തു തരും. അത്രല്ല, നീ പണക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചൊല്ലിക്കോ, അള്ളാഹു സമ്പത്തിൽ അഭിവൃദ്ധി നൽകും. ഈ ഒരു ഇസ്മിനെ കുറിച്ച് നാം പഠിക്കുന്നതിന് മുമ്പ് ഈ ഇസ്മി ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം അറിഞ്ഞിരിക്കണം. ഒന്നാമതായി സാദല്ലാഹു ബസ്തതൻ ഫിർ റിസ്ക്, ഇത് തന്നെ ധാരാളമാണ്. സാദല്ലാഹു, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കും, ജാസ്തിയാക്കും. ബസ്തതൻ, ആ വിശാലത നൽകും അവൻ്റെ റിസ്ക്കിൽ. എന്താണ് ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ? ഭക്ഷണമാണോ? ഭക്ഷണം റിസ്ക്കിൽ പെട്ടതാണ്. ഭക്ഷണം മാത്രമല്ല എൻ്റെ പ്രിയമുള്ളവരെ, റിസ്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് അല്ലാഹു നൽകി നിൻ്റെ മക്കള്, നിൻ്റെ വീട്, നിൻ്റെ കച്ചവടം, നിൻ്റെ ബിസിനസ്, ഇതെല്ലാം റിസ്ക്കാണ്. ഇതിലെല്ലാം അല്ലാഹു വിശാലത നൽകുമെന്ന് പറഞ്ഞാൽ എന്താണ്? നിൻ്റെ മക്കൾ അല്ലാഹു സ്വാലിഹീങ്ങളാക്കും, നിന്നെ അനുസരിക്കുന്ന മക്കളാക്കും, നിന്നോട് വലിയ സ്നേഹമുള്ള മക്കളാക്കും. നീ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ കാര്യമായിരിക്കും. അതാണ് അല്ലാഹു. അതുപോലെ നിൻ്റെ സമ്പത്തിലോ വലിയ അഭിവൃദ്ധി അല്ലാഹു നിരന്തരമായി നൽകും. നിൻ്റെ വീട്ടിൽ എന്നും സന്തോഷമാകും. എപ്പോഴും വീട്ടിൽ വിഷമങ്ങളും സങ്കടങ്ങളും, അമ്മായിയെ മരുമകൾ കണ്ടാൽ പറ്റൂല, മരുമകളെ അമ്മായിക്ക് കണ്ടാൽ പറ്റൂല, ഇങ്ങനെ ഒരു വിഷമങ്ങളുണ്ട്. ജ്യേഷ്ഠനെ അനുജന് കണ്ടാൽ പറ്റൂല, അനുജൻ്റെ ഭാര്യ ജ്യേഷ്ഠൻ്റെ ഭാര്യനെ കണ്ടാൽ പറ്റൂ. ഇങ്ങനെയുള്ള ആ ഒരു വിഷമങ്ങളെല്ലാം മാറി അൽഹംദുലില്ലാ സന്തോഷകരമായിരിക്കും. അങ്ങനെ നിൻ്റെ വീട്ടിലും അല്ലാഹു നല്ല. അതുപോലെ നിൻ്റെ വാഹനത്തിൽ തീർച്ചയായും അപകടവും ഒന്നുമില്ലാതെ എവിടെയും പോയി കുടുങ്ങാതെ സന്തോഷത്തിൽ അതിൽ യാത്ര ചെയ്യാനൊക്കെ അല്ലാഹു സൗകര്യം നൽകും. അതുപോലെ നിൻ്റെ ജോലിയിൽ വിശാലത നൽകുമെന്ന് പറഞ്ഞാൽ നിൻ്റെ ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ നിനക്ക് ചെയ്തു തീർക്കാനുള്ള ആ ഒരു രീതിയിൽ അല്ലാഹു അതിനെ ഒതുക്കും. ചില ആളുകൾ എത്ര ചെയ്താലും ജോലി തീരാത്തൊരവസ്ഥ. അങ്ങനെ ആ വിഷമങ്ങളെ തൊട്ടൊക്കെ വലിയൊരു പരിഹാരമുണ്ടാകും. എൻ്റെ റിസ്ക് എന്ന് പറയുന്ന എന്തൊക്കെ ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അള്ളാഹുവിൻ്റെ വിശാലത ഉണ്ടാകും. രണ്ടാമത്തത് ഫതഹല്ലാഹു ലഹു ബാബം മിനൽ ഗനി, ഐശ്വര്യത്തിൻ്റെ കവാടം അല്ലാഹു ഇത് ചൊല്ലുന്നവനിക്ക് അള്ളാഹു തുറന്നു കൊടുക്കും. ഐശ്വര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ, പണമുണ്ടാക്കുന്നത് തെറ്റല്ല. പണമുണ്ടാക്കുന്നത് പലർക്കും ഒരു തെറ്റായ രീതിയിൽ പറയുന്ന ആളുകളുണ്ട്. ഒന്നുമല്ല, പണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂലല്ലോ. നീ ദരിദ്രനായാൽ നിന്നെ ആരും തിരിഞ്ഞു നോക്കൂല, അതാണ് വിഷയം. ഈ പാവപ്പെട്ടവൻ എല്ലാവരും അവഗണിക്കും. പണമുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ചൊല്ലി ഒരിടത്ത് കുത്തിരിക്കുകയല്ല. നമ്മുടെ ബിസിനസ് നടത്തുകയും വേണം, ഈ ദിക്ർ ചൊല്ലുകയും വേണം. എന്നാലും ബിസിനസ്സിൽ അഭിവൃദ്ധി കിട്ടും. ചില ആളുകൾ കമൻറ്റിലൂടെ വന്ന് പറയും, ഉസ്താദെ നിങ്ങൾ എന്തിനായി വീഡിയോസൊക്കെ ഇടുന്നത്, നിങ്ങൾക്ക് ഒരിടത്തിരുന്ന് ദിക്ർ ചൊല്ലിക്കൂടെ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. നാം ഒരു അറിവ്, നല്ല സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചാൽ, നിങ്ങൾ പലരിലേക്ക് എത്തിച്ചാൽ അവരത് ചൊല്ലിയാൽ അത് ഉണ്ടല്ലോ, ഒരാൾ ചെയ്തതിൻ്റെ ആ ഫായിൻ്റെ പ്രതിഫലം ചൊല്ലിക്കൊടുത്ത ആൾക്ക് കിട്ടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നന്മ ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ, അതൊരാൾ ചെയ്താൽ അതിൻ്റെ കൂലി പറഞ്ഞു കൊടുത്ത ആൾക്ക് കിട്ടും എന്ന ഉദ്ദേശത്തിലൊക്കെയാണ് നാം ചെയ്യുന്നത്. ചില ആളുകൾ പറയും, നിങ്ങൾ ഈ കഷ്ടപ്പെടാത്ത വീഡിയോ ഒക്കെ എന്തിനാ ചെയ്യുന്നത്, അങ്ങനെ ചോദിക്കുന്നവരുണ്ടാവും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ ചൊല്ലി ഒരു മൂലയ്ക്കിരുന്നാൽ, കച്ചവടം ചെയ്യാതെ ബിസിനസ് ചെയ്യാതെ ഉണ്ടാതിരുന്നാലൊന്നും നടക്കൂല. നമ്മുടെ ഉള്ളതിൽ ബർക്കത്ത് വേണം. കാരണം ഇങ്ങനെ ചെയ്ത് കാര്യമില്ലല്ലോ. ഇതിൽ ബർക്കത്താണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ബർക്കത്തില്ലെങ്കിൽ എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവില്ല. അതാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യത്തിൻ്റെ കവാടം. ഐശ്വര്യം അത് തന്നെയാണ്. ഐശ്വര്യം അല്ലാഹു നൽകിയാൽ അല്ലാഹുവിനെ മറക്കാനും പാടില്ല. നമുക്ക് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച കാറൂൺ വലിയ ദരിദ്രനായിരുന്നു. അല്ല, മൂസാ നബിനോട് ദുആ ചെയ്തു, എനിക്ക് ദുആ ചെയ്യണം എൻ്റെ ആടിൽ ബർക്കത്ത് കിട്ടാൻ വേണ്ടി. മൂസാ നബി അലൈഹിസ്സലാം വേണോന്ന് ചോദിച്ചു. നിരന്തരം പള്ളിയിലുണ്ടായ കാറൂണ് മൂസാ നബി ദുആ ചെയ്തു. ആടിൽ വലിയ ബർക്കത്ത് അല്ലാഹു കൊടുത്തു. ആടിങ്ങനെ പെരുകിയോ ഒരു മലഞ്ചെരുവ് മൊത്തം ആടായി, മറ്റൊരു മലഞ്ചെരുവ് മൊത്തം ആടായി. പിന്നെ കാറൂണിനെ പള്ളിയിലൊന്നും കാണുന്നില്ല. മൂസാ നബി അലൈഹി സ്വലം പള്ളിയിലേക്ക് വരാത്ത കാരണം അന്വേഷിക്കുമ്പോൾ പല കാരണങ്ങളും പറഞ്ഞ് കാറൂൺ ഇങ്ങനെ ഒഴിവാവുകയാണ്. കാറിനോട് പറഞ്ഞു, പള്ളിയിൽ വന്നെല്ലാം പ്രശ്നമില്ല, നിൻ്റെ സക്കാത്തിൻ്റെ അവകാശം അത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് ഞാനെങ്ങനെ കൊടുക്കും? അള്ളാഹു എന്താ കൊടുത്ത ശിക്ഷ? ഭൂമി തന്നെ മിഴുങ്ങിക്കളഞ്ഞില്ലേ. അതാണ് നമുക്ക് അല്ലാഹു തന്ന സമ്പത്തിന്, ആ പാവങ്ങളെ സഹായിക്കുന്നതിൽ
അതിൽ നാം ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. പിന്നെ നാം വലിയ ദരിദ്രന്മാരായി മാറും. ഉറപ്പാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു തന്ന ഐശ്വര്യത്തിൽ തീർച്ചയായും അള്ളാഹു തന്നതാണ് എന്നുള്ള ഒരു ബോധം നമുക്കൊന്നും ഉണ്ടാകണം. മറ്റൊന്ന് സാദുല്ലാഹു ബസ്തം ഫിൽ ഇൽമ, നമ്മുടെ ഇൽമിൽ വലിയ അള്ളാഹു വിശാലത നൽകും. അറിവിൽ എന്താണ് ആ വേണ്ട സമയത്ത് അള്ളാഹു നമുക്ക് നല്ലൊരു അറിവ് നൽകും. ആ സമയത്തൊക്കെ നാം രക്ഷപ്പെടും. നോക്കൂ, ഉദാഹരണക്ക് നിങ്ങളുടെ ഒരു മോള് വിവാഹം കഴിച്ച് നിങ്ങൾ കൊടുക്കും. പുതിയ വീട്ടിലേക്കാണ് ആ മകൾ പോകുന്നത്. പാവം ആ പൊന്നുമോള് വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി അവരെ അവളുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ അവൾ അങ്ങനെ കഴിച്ച് ശീലിച്ച മകളാണ്. അവൾക്ക് പെട്ടെന്ന് ആ ഭക്ഷണം ഉണ്ടാക്കാനോ ഒരു വീട് നിയന്ത്രിക്കാനോ ഒന്നും അവൾക്കറിയില്ല. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് 10, 18, 20 വയസ്സ് ചെറിയ പെൺകുട്ടിയല്ലേ. അവിടെ പോകുമ്പോൾ അവിടെ കോലങ്ങളെല്ലാം ചിന്തി. കാരണം ഉമ്മ സ്നേഹിച്ച പോലത്തെ ഉമ്മ അവിടെ കെട്ടിയോളണമെന്നില്ല, ഉപ്പ സ്നേഹിച്ച പോലെ ഉപ്പ അവിടെ കെട്ടിയോളണമെന്നില്ല. ഉപ്പാക്ക് അവിടെ നേരത്തെ ചായ വേണ്ടി വരും, ഉമ്മാക്ക് കൃത്യമായി ഭക്ഷണം വേണ്ടി വരും. പെട്ടെന്ന് ഇതൊക്കെ ഹെവിയായി മാറും ആ പെൺകുട്ടിക്ക്. പക്ഷേ അവളെ ഇൽമിൽ അല്ലാഹു വിശാലത നൽകും. ഇത് ചൊല്ലിയാൽ തീർച്ചയായും അതൊന്നും വളരെ നിഷ്പ്രയാസമായി അവൾ കൈകാര്യം ചെയ്യും. ആ വീട്ടിൽ ആ വീട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളായി അള്ളാഹു മാറ്റും. സന്ദർഭങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് വളരെ രമ്യമായി പരിഹരിക്കും. മനോഹരമായി പരിഹരിക്കാനുള്ള ആ ഇൽമിൽ അല്ലാഹു വിശാലത നൽകും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഏത് സമയത്തും നമുക്ക് കുടുങ്ങൂല എന്നാണ്. ഇത് ബാബം മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൻ്റെ കവാടം അള്ളാഹു അടക്കപ്പെടും. പിന്നെ ദാരിദ്ര്യം പറയുന്നുണ്ടാവില്ല. ഫി അഹ്ലിഹി, അവൻ്റെ കുടുംബത്തിൽ വലിയ ബർക്കത്ത് നൽകുന്നുണ്ട്. മക്കളിലൊക്കെ അങ്ങനെ പറഞ്ഞാൽ മക്കളൊക്കെ സ്വാലിഹീങ്ങളാകും. അവൻ്റെ ഭാര്യയൊക്കെ കൺകുളിർമുള്ള ഭാര്യയാകും. അവന് പോകുമ്പോൾ അവനെ സ്വീകരിക്കാൻ സന്തോഷിപ്പിക്കാൻ ഭാര്യ കൂടെ ഉണ്ടാകും. ഫി ഖബ്രിഹി, അവൻ്റെ ഖബ്റിൽ വിശാലത ഉണ്ടാക്കും. അതുപോലെ നവ്വറല്ലാഹു, അള്ളാഹുവിൻ്റെ മുഖത്തിന് വല്ലാത്തൊരു പ്രകാശം അള്ളാഹു നാളെ ഈ ഖിയാമത്ത് നാൾ അള്ളാഹു നൽകും. ഖിയാമത്ത് നാളിൽ നമ്മുടെ മുഖം പ്രകാശിക്കേണ്ടത്. അതുപോലെ ഈ ഒരു ഇസ്മ ചെയ്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ദുനിയാവിനും ആഖിറത്തിനും വലിയ നേട്ടങ്ങളാണ്. ചൊല്ലാനോ ചെറിയ മിനിറ്റുകൾ പോലും വേണ്ട. അൽ ബാസിത്തു എന്നുള്ള ഇസ്മ, ഇത് ചൊല്ലേണ്ട രീതിയുണ്ട്. അതൊരു സ്വലാത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചൊല്ലിയാൽ നല്ലതാണ്. അല്ലെങ്കിൽ യാ ബാസിത്തു യാ അള്ളാ എന്ന് 21 തവണ നമുക്ക് ചൊല്ലാവുന്നതാണ്. വളരെ മനോഹരമായ രീതി ചൊല്ലേണ്ടത് സ്വല്ലി വസല്ലിം വബാരിക് യാ ബാസിത്തു അലാ മൻ ഖഫ്ഫുഹു ബിൽ ജൂദി ബാസിത്ത്, ഇങ്ങനെ ചൊല്ലാം. അതല്ലെങ്കിൽ യാ ബാസിത്തു യാ അള്ളാ, യാ ബാസിത്തു യാ അള്ളാ ഇങ്ങനെ ചൊല്ലാം. ഇതറിയുന്നവർ ഇങ്ങനെ ചൊല്ലാം. വസല്ലി വസല്ലിം വബാരിക് യാ ബാസിത്തു അലാ മൻ ഖഫ്ഫുഹു ബിൽ ജൂദി ബാസിത്ത്. സ്വല്ലി വസല്ലിം വബാരിക് എല്ലാവർക്കും അറിയുന്നതല്ലേ. യാ ബാസിത്തു അതും അറിയുന്നതല്ലേ. അലാ മൻ ഖഫ്ഫുഹു, അലാ മൻ ഖഫ്ഫുഹു എന്ന് എഴുതിയെടുക്കാം. ബിൽ ജൂദി ബാസിത്ത് ഇത്രയേ ഉള്ളൂ. അലാ മൻ ഖഫ്ഫുഹു ബിൽ ജൂദി ബാസിത്ത് ഇത്രയേ ഉള്ളൂ. പറയാൻ എളുപ്പമാണത്. സ്വല്ലി വസല്ലിം വബാരിക് യാ ബാസിത്തു അലാ മൻ ഖഫ്ഫുഹു ബിൽ ജൂദി ബാസിത്ത്. എത്ര ഇതിങ്ങനെ ഒരുമിച്ച് മുത്തായ ഹബീബിൻ്റെ ആ പരിശുദ്ധമായ സ്വലാത്തോടു കൂടി ഒരുമിച്ച് ചൊല്ലുകയാണെങ്കിൽ അൽഹംദുലില്ലാ വലിയ നല്ലതാണ്. സ്വലാത്തും കിട്ടി, ദിക്റിൻ്റെ ആ പരിശുദ്ധി കിട്ടി. ഇപ്പോൾ നാം പറഞ്ഞ നേട്ടങ്ങളൊക്കെ യാ ബാസിത്തിൻ്റെ നേട്ടങ്ങളാണ് പറഞ്ഞത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കാര്യത്തിലും സന്തോഷം, റാഹത്തും അല്ലാഹു അഭിവൃദ്ധിയും അല്ലാഹു എല്ലാ ദാരിദ്ര്യത്തൊട്ട് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.